ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നടന്ന മത്സരത്തിൽ ആവേശകരമായ ഒരു വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. പഞ്ചാബിനെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ നോവ സദോയ് ഒരു പെനാൽറ്റി ഗോൾ നേടുകയായിരുന്നു. ആ ഗോളാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ രണ്ട് താരങ്ങൾക്ക് റെഡ് കാർഡ് കാണേണ്ടി വന്നിരുന്നു. ഡ്രിൻസിച്ച്, ഐബൻ എന്നിവർ റെഡ് കാർഡ് കണ്ട് പുറത്തു പോവുകയായിരുന്നു. അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു. പിന്നീട് ബാക്കിയുള്ള 9 താരങ്ങൾ പോരാടിക്കൊണ്ടാണ് ഈ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിൽ 2 യെല്ലോ കാർഡുകൾ വഴങ്ങിയതിനെ തുടർന്നാണ് മിലോസിന് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നത്. 57ാമത്തെ മിനിറ്റിൽ അനാവശ്യമായിക്കൊണ്ട് ലിയോണിനെ അദ്ദേഹം വീഴ്ത്തി. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു റെഡ് കാർഡ് കാണേണ്ടി വന്നത്. അതുപോലെ തന്നെ ഐബനും ലിയോണിനെയാണ് ഫൗൾ ചെയ്തിട്ടുള്ളത്. അത് മത്സരത്തിന്റെ 73ാമത്തെ മിനിറ്റിലായിരുന്നു. ഐബന് ഡയറക്റ്റ് റെഡ് കാർഡാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ അത് റെഡ് കാർഡ് അർഹിച്ചിരുന്നോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് 9 പേരായി ചുരുങ്ങിയത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം കളിക്കുക ഒഡീഷയ്ക്കെതിരെയാണ്. ആ മത്സരത്തിൽ മിലോസ് ഡ്രിൻസിച്ചിനെയും അതുപോലെ തന്നെ ഐബനെയും കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കില്ല. 2 പേർക്കും സസ്പെൻഷനാണ്. കൂടാതെ ഒരു താരത്തിന് കൂടി സസ്പെൻഷൻ ഉണ്ട്. ഈ മത്സരത്തിൽ ഡാനിഷ് ഫറൂഖിന് ഒരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു. മത്സരത്തിന്റെ 48ാം മിനിറ്റിലായിരുന്നു അത് സംഭവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ 4 യെല്ലോ കാർഡുകൾ പൂർത്തിയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അടുത്ത ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇങ്ങനെ 3 താരങ്ങളുടെ അഭാവത്തിലാണ് അടുത്ത ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുക. അതിനു പുറമെ വിപിന് പരിക്കാണ്, ജീസസിന് പരിക്കാണ്. അതൊക്കെ തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ്. ജനുവരി 13ാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷയും തമ്മിലുള്ള മത്സരം നടക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.